ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് MGയുടെ ഏറ്റവും പുതിയ കോമറ്റ് EV ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിനിക്കൽ DC വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ MG പ്രാക്ടിക്കലായിട്ട് നമ്മൾ ടൗണിലും അതുപോലെ തന്നെയുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു MG കോമറ്റിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു മുന്നേറ്റ ഡിസൈനിങ്ങൊക്കെ വെറൈറ്റി അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് മുൻഭാഗത്ത് മുഴുവനായിട്ട് നോക്കുവാണെങ്കിൽ. നമുക്കിതിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ 230 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന റേഞ്ച്. അതിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചാണ്. ഒരു ചെറിയ ട്രാഫിക്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ, അതായത് ട്രാഫിക്കിലും ടൗണിലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പാകത്തിനാണ് ഇത് ഡിസൈൻ ചെയ്തത്. മുൻഭാഗത്ത് നിന്ന് ഏതൊരാൾ കണ്ടു കഴിഞ്ഞാലും ഒറ്റ നോട്ടത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക, എവിടെ പോയി കഴിഞ്ഞാലും ഒന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. 200 കിലോമീറ്ററാണ് ഇതിൻ്റെ ഫുൾ ചാർജിങ്ങിൻ്റെ റേഞ്ച് വരുന്നത്. പിന്നെ ചാർജ് ചെയ്യാനുള്ള ടൈം പറയുന്നത് 7 മണിക്കൂറാണ് ചാർജിങ് ടൈം പറയുന്നത്. 0 to 100 ആണ് 7 മണിക്കൂർ പറയുന്നത്. നമുക്ക് മുൻഭാഗത്ത് ഓരോ എലമെൻ്റായിട്ട് പോവുകയാണെങ്കിൽ വലിയൊരു വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 വൈപ്പേഴ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴേക്ക് വരുവാണെങ്കിൽ ചെറിയൊരു ബോണറ്റ്, ഇതാണ് ചെറിയ ബോണറ്റിൻ്റെ പോർഷൻ വരുന്നത്. ഇതിനുള്ളിലാണ് വൈപ്പർ വാഷൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോട്ടറും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോറീസ് ഗാരേജ് എന്നുള്ള ഈ റെഡിലുള്ളതും അതുപോലെ തന്നെ ഈ റെഡ് ലൈൻസൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു 65,000 മുകളിൽ ഈ വാഹനത്തിൽ ആക്സറീസ് മാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രോമിയത്തിൻ്റെ ഒരു ഫിനിഷിങ് വന്നിട്ടുണ്ട്. അതിന് മുകളിലായി ഈ ഒരു ബ്ലൂ ലൈൻസിൻ്റെ താഴെയായിട്ട് ചെറിയൊരു LED DRL കൊടുത്തിട്ടുണ്ട്. വണ്ടി ഓൺ ചെയ്യുമ്പോൾ, നമ്മൾ പാർക്കിംഗ് ഓൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു DRL ഇല്യൂമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ തൊട്ട് താഴെയായി ഇവിടെ ഒരു 360 ക്യാമറയുടെ ഒരു പൊസിഷൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു ചാർജിങ്ങിൻ്റെ സ്ലോട്ട് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ചാർജിങ്. നമ്മുടെ വീട്ടിൽ തന്നെ സാധാരണ പവർ പ്ലഗ് വെച്ച് ചാർജ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സെറ്റപ്പാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ചാർജിങ് കാണുന്ന ഒരു MGയുടെ ബാഡ്ജിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വണ്ടി ഓൺ ചെയ്യുമ്പോൾ ഇല്യൂമിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബാഡ്ജ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഹെഡ് ലാമ്പ് പറയുകയാണെങ്കിൽ ഫുള്ളി LED ആയിട്ടുള്ള പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാമ്പ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഉള്ളിലല്ല ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്, ഇൻഡിക്കേറ്റർ താഴേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലൊക്കെ ബ്ലാക്കിൻ്റെ ഒരു ഗാർണിഷൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാണുന്ന ഈ റെഡ് എലമെൻറ്റ്സൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് മുൻഭാഗത്തുള്ളത്. മുൻഭാഗത്ത് ക്യൂട്ടായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് മുൻഭാഗത്ത് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ടുള്ളത് 12 ഇഞ്ചിലുള്ളൊരു ടയർ സൈസാണ് വന്നിട്ടുള്ളത്. 145, 70, 12 എന്നാണ് ഇതിൻ്റെ ഒരു ടയറിൻ്റെ പ്രൊഫൈൽ വരുന്നത്. അലോയ് അല്ല, ഡ്രമ്മാണ് വന്നിട്ടുള്ളത്. മുൻഭാഗത്ത് ഡിസ്ക് ബ്രേക്കും പിൻഭാഗത്ത് ഡ്രം ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ OBR നമ്മളുടെ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് LED ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ആ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രോം ഫിനിഷിങ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് മുൻഭാഗം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രോമിൻ്റെ ഗാർണിഷാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡോറ് പറയുകയാണെങ്കിൽ വലിയ ഡോറാണ്. 2 ഡോർ വാഹനം ആണെങ്കിൽ പോലും 5 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനമാണിത്. അതിൽ വലിയൊരു ഡോറ് മുൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഡോറാണ് വന്നിട്ടുള്ളത്. പിന്നെ വലിയ വിൻഷീൽഡ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന ഹാൻഡിലൊക്കെ ഒരു ക്രോമിൻ്റെ ഫിനിഷിങ്ങൊക്കെ കമ്പനി വരുന്നതാണ്. പിന്നെ ഈ റെഡ് നമ്മൾ എക്സ്ട്രാ ചെയ്യിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഇതെവിടെ ഒരു കീലെസ് എൻട്രീൻ്റെ ഒരു ബട്ടണും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാണുന്ന റെഡ് പോർഷനും ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്നതാണ്. ഇനി പിൻഭാഗത്തേക്ക് പോകണം. വലിയൊരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നിൽ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗ്ലാസ് ഏരിയ വന്നിട്ടുള്ളത്. പിന്നെ ഇലക്ട്രിക് എന്നുള്ള ഒരു ബാഡ്ജിങ്ങും ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു സ്പോയിലർ, നല്ല അടിപൊളി ഡിസൈനിലൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ റിയർ വിൻഷീൽഡ് തന്നെ വലിയൊരു ഗ്ലാസ് ഏരിയ ആണ് പിൻഭാഗത്തേക്ക് വരുന്നത്. അതിൽ തന്നെ ഡീഫോഗർ ലൈൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റോപ്പ് മൗണ്ട് ആയിട്ടുള്ള സ്റ്റോപ്പ് ലാമ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ മുന്നിൽ കണ്ട രീതിയിൽ തന്നെയുള്ളൊരു വലിയൊരു LED DR സ്ട്രിപ്പ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതും ജസ്റ്റ് വണ്ടി ഓൺ ചെയ്യുമ്പോഴാണ് അത് ഇല്യൂമിനേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു ക്രോം ഫിനിഷിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറയുടെ പോർഷൻ ഇവിടെയാണ് വന്നിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായി MGയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായി കോമറ്റിൻ്റെ ബാഡ്ജിങ്ങും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ മുൻഭാഗത്ത് കണ്ടിൻ്റെ രീതിയിലുള്ള ഒരു ഷേപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലും ഫുള്ളി LED ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇത് രാത്രിയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇതിലും ക്രോമിൻ്റെ ഫിനിഷിങ് ധാരാളം വന്നിട്ടുണ്ട്. പിന്നെ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ളൊരു ബാഡ്ജിങ് നമ്മുടെ MGയുടെ എല്ലാ വാഹനങ്ങളിലും അത് കാണാറുണ്ട്. പിന്നെ തൊട്ട് താഴെ റിഫ്ലക്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 സെൻസേഴ്സും ഇതിൻ്റെ പിൻഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പിൻഭാഗത്ത് ഡിസൈനിങ്ങിലുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഡിക്കി സ്പേസ് ഒന്ന് കണ്ടുനോക്കാം. ഇതാണ് ഇതിൻ്റെ ഡിക്കി സ്പേസ് വരുന്നത്.
ഈ ഒരു വണ്ടിയുടെ വലിപ്പം വെച്ച് 2 ബാഗ് നമുക്ക് നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ ലോങ് ട്രിപ്പിനൊന്നും നല്ല ഇത് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ചെറിയ രീതിയിൽ 4 പേർക്ക് 2 പേർക്കാണെങ്കിൽ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് പോകാം. കാരണം നമുക്ക് 50-50 ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പാകത്തിലുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഏരിയ നമുക്ക് ഇതിൽ കവറാവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് സ്റ്റെപ്പിന് എവിടെയാണ് ഉൾപ്പെടുത്തുക എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് വരാം. ഈ ഒരു വാഹനത്തിൽ സ്റ്റെപ്പിന് ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം ഒരു കിറ്റ്, നമ്മളുടെ ഈ ഒരു പഞ്ചർ കിറ്റ് പോലുള്ള ഒരു കിറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ട്യൂബ്ലെസ് ആയിട്ട് പഞ്ചർ കിറ്റ് അല്ല, ഇത് വേറൊരു രീതിയിലുള്ള ഒരു പഞ്ചർ ചെയ്യുന്ന കിറ്റാണ് വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിലുള്ള ഒരു ബോട്ടിലാണ്. ഇത് ജസ്റ്റ് കണക്ട് ചെയ്യുക. അത് ഈ ഒരു ബോട്ടിൽ ജസ്റ്റ് കണക്ട് ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചർ ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. അതിനുശേഷം നമുക്ക് എയർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ സ്റ്റെപ്പിന് മാറുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ടെക്നോളജി വന്നിട്ടുള്ളത്. ഇത് എല്ലാ വണ്ടിയിലേക്കും ഇപ്പം പെട്ടെന്ന് തന്നെ ഉൾപ്പെടുത്തുന്നത് നമുക്ക് പ്രതീക്ഷിക്കും ഇങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്മാർട്ട് കീ. ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു സ്മാർട്ട് കീ ആണിത്. ഇതിൽ കുറേ ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓൺ ചെയ്യാൻ ഒരു പോക്കറ്റിൽ ഇട്ടാൽ മതി. പിന്നെ ഇതിൽ തന്നെ ലോക്ക്, ഡിക്കി അൺലോക്ക്, ലോക്ക് അൺലോക്ക്, ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെ പേരൊക്കെ കൊടുക്കാനാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഈ കവറൊക്കെ ഈ ഒരു കിറ്റിൻ്റെ കൂടെ എക്സ്ട്രാ ചെയ്താണ്. നമുക്ക് ഇനി വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. വലിയൊരു ഡോറ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ ഡോർ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂട്ടർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെഡ് ഗാർണിഷൊക്കെ ഇതിൻ്റെ എക്സ്ട്രാ നമ്മൾ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ വരികയാണ്. പിന്നെ നല്ല രീതിയിലുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വലിയ ഡോറാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉണ്ട് ഡോറിൻ്റെ കാര്യത്തിൽ. അത് തുറക്കുമ്പോഴും അടക്കുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ. പിന്നെ ഇവിടെ തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസും നല്ല രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡോർ പാഡിനുള്ളത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ സീറ്റ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു ഇതൊരു കവർ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നല്ല രീതിയിലുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ കിറ്റിൻ്റെ കൂടുതൽ വരുന്ന സീറ്റാണ്. ഇതിൽ തന്നെ മോറിസ് ഗ്യാരേജിൻ്റെ ബാഡ്ജിങ് ഒക്കെ വരുന്നുണ്ട്. ഇത് കമ്പനി തന്നെ ചെയ്തിട്ട് വന്നതാണ്. നല്ലൊരു ഫിനിഷിങ്, നല്ല ഹഗ് ചെയ്യുന്ന ഫീലൊക്കെ കിട്ടുന്ന സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സാധനം നമ്മളുടെ സീറ്റ് ബെൽറ്റ് ഹോൾഡ് ചെയ്യാനുള്ള സാധനമാണ്. ഇങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് ഹോൾഡ് ചെയ്യേണ്ടത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻഭാഗത്തേക്കുള്ള ആൾക്കാർക്ക് എളുപ്പത്തിൽ കയറാൻ വേണ്ടിയിട്ടൊരു ഫംഗ്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൂടെ ഉള്ളിലേക്ക് കയറാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഈ ഒരു വെച്ചിട്ട് അതുള്ള പോലെ തന്നെ ആക്കാനും പറ്റും. ഈ ഒരു രീതിയിലാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. ഇനി ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ 2 സ്പോക്ക് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട്. ഈ ഒരു മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മീറ്റർ കൺസോളിൻ്റെ മെനു ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിങ് പറയുകയാണെങ്കിൽ ഒരു ഐഫോണിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആപ്പിളിൻ്റെ ഒരു ഡിസൈനിങ്ങിൻ്റെ മികവിധിലും വന്നിട്ടുണ്ട്. നമ്മളുടെ കീ നോക്കുവാണെങ്കിലും ആ രീതിയിലുള്ളൊരു ഡിസൈനിങ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ സെൻട്രൽ കൺസോളും കൂടെ 10.25 ഉള്ള 2 സ്ക്രീനുകൾ ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു വലിയൊരു സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ സെൻട്രൽ കൺസോളിനെ പറ്റി, അതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഐസ്മാർട്ട് എന്നൊരു കണക്ടിവിറ്റി ഒരു സോഫ്റ്റ്വെയർ വഴി 55-ലധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേയും ഇൻക്ലൂഡ് ആക്കാൻ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. വയർലെസ് ആയിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിൽ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇതൊരു 7 ഇഞ്ചിലേക്ക് കൺവേർട്ട് ആകും. ഈ ഒരു 2 സ്ക്രീനിന് വരെ ഒരു 7 ഇഞ്ചിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. ഇനി ഇതിൻ്റെ മീറ്റർ കൺസോളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഇതിന് സാധാരണ കീലെസ് എൻട്രി ഉള്ള ഒരു വാഹനം, ഈ ഒരു ഫുൾ ഓപ്ഷൻ കീലെസ് എൻട്രിയാണ്, സ്മാർട്ട് കീ ആണ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് കീ വരുന്ന ഒരു വണ്ടിയിൽ നമ്മൾ സാധാരണ ഒരു പുഷ് സ്റ്റാർട്ട് ബട്ടൺ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടൺ കാണുന്നില്ല. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാം. ഇത് സിമ്പിളാണ്. ഇതിൻ്റെ ബ്രേക്ക് 2 തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണായി വരും. ഇനി നമ്മൾ ഈ മീറ്റർ കൺസോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതാണ് സീറ്റ് ബെൽറ്റ് വാണിംഗ്, അതുപോലെ തന്നെ ഡോർ ഓപ്പൺ ആയതിൻ്റെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ഗിയറിൻ്റെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ബാറ്ററി ചാർജ്, എത്ര കിലോമീറ്റർ ഓടും, അതുപോലെ തന്നെ ഈ വാഹനം 750 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് എക്കോ എന്ന് കാണാൻ പറ്റും. എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3 ഡ്രൈവിംഗ് മോഡ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. എക്കോ, അതുപോലെ തന്നെ സ്പോർട്സ്, അതുപോലെ തന്നെ നോർമൽ, ഇങ്ങനെ 3 ഡ്രൈവിംഗ് മോഡ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും ഇതിൽ കാണാൻ പറ്റും. ഇത്രയും കാര്യമാണ് ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ. ഇനി ഇത് നമ്മുടെ ഡാഷ്ബോർഡ് പറയുകയാണെങ്കിൽ നല്ല വൈഡായിട്ടുള്ളൊരു ഡാഷ്ബോർഡും സിമ്പിളായിട്ട് ഡിസൈൻ ആയിട്ടുള്ള അടിപൊളി ഒരു ഡാഷ്ബോർഡും കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ സേഫ്റ്റിനെ പറ്റി വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗുള്ള ഒരു വണ്ടിയാണ്. ഇത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. പക്ഷേ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്, ABS, EBD, 2 എയർ ബാഗ്, അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതുപോലെ തന്നെ ചൈൽഡ് ഐസോഫിക്സ്, ചൈൽഡ് സീറ്റ് മൗണ്ട്, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കി. ഡാഷ്ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്ലൗ ബോക്സ് മിസ്സിംഗ് ആണ്. ഗ്ലൗ ബോക്സിൻ്റെ സ്പേസിന് പകരം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതും AC വിൻ്റെ മുന്നിലായിട്ട് കൊടുത്തുകൊണ്ട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ AC വിൻ്റെ ചുറ്റിലും ഒരു ക്രോമിൻ്റെ ഗാർണിഷ് വന്നിട്ടുണ്ട്. അതിൻ്റെ ബട്ടണും ക്രോമിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻറ്ററിലേക്ക് പോകുകയാണെങ്കിൽ ACയുടെ വിൻ്റെ ചുറ്റിലും ഒരു ക്രോം ഗാർണിഷ് ഇവിടെയും കാണാൻ പറ്റും. അതിൻ്റെ ബട്ടൺസൊക്കെ ക്രോമിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസും ഇതിലാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ മോഡ്
മോഡ് സെലക്ട് ചെയ്യേണ്ട ഇതിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്പിലർ ചെറിയ രീതിയിൽ കവർ ആകുന്നുണ്ട്, പക്ഷേ അത് കുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല നൈസായിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കണ്ട അതേ രീതിയിലുള്ള ഒരു കപ്പ് ഹോൾഡർ ഡ്രൈവർ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വിൻഡോ മിറർ സൈഡ് മിറേഴ്സൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, അതിൻ്റെ ബട്ടൺസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിൻഭാഗത്ത് ഡീഫോഗറിൻ്റെ ബട്ടണും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡ്രൈവർ സൈഡിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാഹനത്തിൻ്റെ ഉള്ളിലെ സ്പേസ് നമ്മൾ ഡിക്കി സ്പേസ് കുറച്ചേ കണ്ടിട്ടുള്ളെങ്കിൽ പോലും ഉള്ളിൽ നല്ല രീതിയിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിനാണ് ഇതിൻ്റെ സെൻറ്റർ ടണൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഡ്രൈവർ സൈഡിൽ ഡ്രൈവർ സൈഡിലേക്കുള്ള സെൻറ്റർ ടണൽ ഒഴിവാക്കിയതുകൊണ്ട് സ്പേസൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും ഡ്രൈവർക്ക് വേണമെങ്കിൽ ഡ്രൈവർ സൈഡിലേക്ക് മാറിയിരിക്കാനൊക്കെ സിമ്പിളായിട്ട് പറ്റും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ നോബ് വരുന്നത്. ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സിംഗിൾ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഗിയർ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ആപ്പിളിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 പവർ വിൻഡോയും വന്നിട്ടുണ്ട്. അതിൽ ഡ്രൈവർ സൈഡ് പവർ വിൻഡോ ഓട്ടോ അപ്പും ഓട്ടോ ഡൗണും വരുന്നുണ്ട്. പിന്നെ മാനുവലായിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ആംബ്രസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി നേരെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ മിററിനെ പറ്റി പറയുകയാണെങ്കിൽ മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള മിറർ വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലൊരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സെൻറ്ററിലോട്ട് വരുവാണെങ്കിൽ LED ആയിട്ടുള്ള ഒരു ലൈറ്റും അതുപോലെ തന്നെ ഒരു ഹസാർഡ് ബട്ടൺ, സാധാരണ താഴെ ഉണ്ടായിരുന്ന ഹസാർഡ് ബട്ടൺ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ LED ആയിട്ടുള്ള ഒരു ലൈറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡ്രൈവർ സൈഡിലേക്ക് പോകുകയാണെങ്കിലും ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലും അതിന് ലൈറ്റൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിനാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എഞ്ചിന് വണ്ടീൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ പുഷ് സ്റ്റാർട്ട് ബട്ടണോ അല്ലെങ്കിൽ കീടാനുള്ള ഓപ്ഷനോ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ വണ്ടി ഒന്ന് ഉള്ളിലിരുന്ന് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബോണറ്റിൻ്റെ ഓപ്പണർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റിയറിംഗ് നേരത്തെ കണ്ട സ്റ്റിയറിംഗ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ നടുഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇത് ഇവിടെ 2 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. 2 ഹുക്കും അതുപോലെ തന്നെ 2 ചാർജിങ്ങിൻ്റെ ഓപ്ഷനും ബോട്ടും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറയാൻ വിട്ടുപോയതാണ്. അത് കൂടാതെ ഇവിടെയും അതുകൂടാതെ ഈ ഒരു നമ്മുടെ സെൻട്രൽ ടണലിൻ്റെ പിൻഭാഗത്തും ഒരു ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിൻഭാഗത്തേക്കുള്ള എൻട്രി നോക്കാം. ഇതാണ് പിൻഭാഗത്തേക്ക് കയറേണ്ട സ്പേസ് വരുന്നത്. ഇതിലെ കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കയറാം. പിന്നെ ഉള്ളിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ സാധാരണയുള്ള ഒരു വണ്ടീൻ്റെ ഒരു ഇതുപോലെ സ്പേസ് കുറവൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഹെഡ് അത്യാവശ്യം ഹെഡ് റൂം വരുന്നുണ്ട്. ലെഗ് റൂം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സപ്പോർട്ടുള്ള സീറ്റുമാണ്. പിന്നെ പുറത്തേക്കുള്ള വ്യൂ നല്ല രീതിയിലുള്ളൊരു പുറത്തേക്കുള്ള വ്യൂ ഇതിലൂടെ കിട്ടുന്നുണ്ട്. പിൻഭാഗത്തിരിക്കുന്നവർക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോണ്ടി ഞാൻ ഒന്ന് പോക്കി കാണിച്ചു തരാം. ഇതിലാണ് വൈപ്പർ വാഷിൻ്റെയും അതുപോലെ തന്നെ മോട്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉള്ളിലാണ്. ജസ്റ്റ് പുറത്ത് കാണില്ല. ഇതിൽ വൈപ്പർ വാഷ് മാത്രമാണ് നമുക്ക് ആക്സസ് ചെയ്യാനുള്ളത്. ഇതിൽ തന്നെ വന്നിരിക്കുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടർ വെച്ചിട്ടാണ് ഇത് ഒരു വാഹനം വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പവർ വരുന്നത് 41.42 BHP അതുപോലെ തന്നെ 110 Nm ടോർക്കുള്ളൊരു അടിപൊളി എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ എന്ന് പറയാൻ പറ്റില്ല, മോട്ടറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു മോട്ടറാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്കിത് അടക്കാം. അപ്പോൾ ഇതിൻ്റെ വേരിയൻസ് പറയുകയാണെങ്കിൽ ഇത് 3 വേരിയൻറ്റിലാണ് വരുന്നത്. പേസ്, പ്ലേ, പുഷ് എന്ന് പറയുന്നത് മറ്റേ ടോപ്പ് എൻഡ്. ഈ ഒരു വാഹനം ടോപ്പ് എൻഡിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കളർ, ഈ ഒരു വാഹനത്തിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ്, ബ്ലാക്ക് അതുപോലെ തന്നെ സിൽവർ. പിന്നെ ഡുവൽ ടോൺ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുപോലെ തന്നെ ഗ്രീൻ ആൻഡ് ബ്ലാക്ക്, ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കളർ കോഡ് വരുന്നത്. ഈ ഒരു വാഹനം തന്നെ നമ്മുടെ ഡ്രൈവ് 12 ഒരു പെയിൻറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷനൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അതിൻ്റെ ഒരു ഗ്ലൈസിങ് ഇതിൽ ഇത് കാണാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വണ്ടീൻ്റെ കാര്യങ്ങളുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചാർജിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമലായിട്ടുള്ള വീട്ടിലുള്ള 3 പിൻ പവർ പ്ലഗ് വെച്ച് ചാർജ് ചെയ്യാൻ പാകത്തിനാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ ഒരു സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ MGക്കാർ വണ്ടി എടുത്തതിന് ശേഷം വീട്ടിൽ വന്ന് വയ്ക്കുന്നതാണ്. MGയുടെ സർവീസ് സ്റ്റേഷൻ തന്നെ ഈ വാഹനത്തിനൊപ്പം തന്നെ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. ഇതിലൊരു കീ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു MCയും അതുപോലെ തന്നെ ഒരു പവർ പ്ലഗുമാണ് വരുന്നത്. ബാക്കിയുള്ള കേബിളൊക്കെ വണ്ടിയുടെ കൂടെ വരുന്നതാണ്. ജസ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വാഹനം ചാർജ് ചെയ്യാൻ എടുക്കുന്നത് 6 മുതൽ 7 മണിക്കൂർ വരെയാണ് ഫുൾ ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. ഇതിൽ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടില്ല. ഏത് ഫാസ്റ്റ് ചാർജിങ് കണക്ട് ചെയ്താൽ പോലും ഇതൊരു നോർമൽ ആയിട്ടുള്ള ഈ ഒരു സമയം എടുക്കുമെന്നാണ് ഈ ഒരു വാഹനം പറയുന്നത്. കാരണം ഇതിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വണ്ടീനെ പറ്റി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു വിചാരിക്കുന്നു. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 101 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. ഈ ഒരു വണ്ടി 750 km ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ ഓണർ സെബാസ്റ്റ്യൻ സാറാണ്. അപ്പോൾ സാറിന് നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ ഉപയോഗിച്ചത് എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചറിയാം. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 750 km ഓടി. ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്തൊക്കെയാണ്? വണ്ടിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. കാരണം ഞാൻ 5-6 വണ്ടികൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ തന്നെ MGയുടെ ഹെക്ടർ ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ ഈ വണ്ടികളെന്ന് വെച്ചാൽ സൗകര്യം വലിയ ഡോറാണ്. നമ്മൾ എനിക്ക് നല്ല കംഫർട്ടായിട്ട്
നല്ല വലിയ വണ്ടിയിലിരിക്കുന്ന ഫീലാണ് ഇതിനുള്ളത്. പിന്നെ നമുക്ക് പാർക്കിങ്, നമ്മൾ ടൗണിൽ കൽപ്പറ്റ ടൗണിലാകുമ്പോൾ പാർക്കിങ്ങിന് വളരെ ഈസിയാണ്, ഈസി പാർക്കിങ്. പിന്നെ നല്ല കംഫർട്ടാണ്. എ സി എന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എ സിയുടെ എഫക്റ്റ് വളരെ പെട്ടെന്ന്, കുറഞ്ഞ ഏരിയ ആയതുകൊണ്ടായിരിക്കാം വളരെ പെട്ടെന്ന് എ സി നല്ല എഫക്റ്റാണ്. ഡ്രൈവിംഗ് ക്ഷീണം ഒട്ടുമില്ല. അങ്ങനെ വളരെ കംഫർട്ടാണ് വണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്ററാണ് വേണ്ടത്. ഇപ്പം ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് വെക്കാൻ പോകുന്നതുകൊണ്ട് ഈ സമയത്ത് പോയി സർവീസ് ചെയ്തിപ്പോൾ വന്നേ ഉള്ളൂ. അതവർ കമ്പനി നല്ല ഹെൽപ്പാണ്. അവരിവിടെ വന്ന് എടുത്ത് കൊണ്ടുപോയി വരുന്നതിന് വളരെ ചെറിയൊരു പൈസയാണ് അതിന് ചാർജ് ചെയ്യുന്നത്. 400 രൂപ ചാർജ്. ഇവിടെ വന്ന് കോഴിക്കോട് നിന്ന് കൽപ്പറ്റ വന്ന് ആദ്യം വന്ന് എടുത്തു, പിന്നെ രണ്ടാമത് വന്ന് കൊണ്ട് ആകെ 400 ചില്ലറ രൂപ വന്നിട്ടുള്ളൂ, വളരെ വന്നിട്ടില്ല. അതിന് ചാർജ് എക്സ്ട്രാ ഇല്ല ചാർജ് ഒന്നും വന്നില്ല. ഇത്രയൊക്കെയാണ് എം ജിയുടേത്. കൽപ്പറ്റയിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുള്ള എം ജി കോമറ്റാണിത്. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല പ്രാക്ടിക്കലി നല്ല അടിപൊളിയായിട്ടൊരു വണ്ടിയാണിത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ട് ബിൽഡ് ക്വാളിറ്റി കൊടുക്കുന്നത്. ഈ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ അതിൽ അറിയാനുണ്ട്. പിന്നെ 4 സ്റ്റാർ ആയിട്ടുള്ള സേഫ്റ്റി റേറ്റിംഗ് വരുന്നുണ്ട് ഈ വാഹനത്തിന്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിൽ എയർ ബാഗ്, EBD, അതുപോലെ തന്നെ ABS, ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ്, ഹിൽ ഹോൾഡ്, അതുപോലെ തന്നെ ഐസോ ഫിക്സ് ചൈൽഡ് സീറ്റ്, അങ്ങനെ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 7 മുതൽ 11 വരെയാണ് ഈ ഒരു റേറ്റ് വരുന്നത്, ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ആ ഒരു റേഞ്ചിൽ എനിക്ക് ഇപ്പം ബാക്കി വാഹനങ്ങൾ നോക്കുവാണെങ്കിൽ അല്ല 20 ലക്ഷത്തിന് മുകളിലാണ് ബാക്കി വാഹനം. നെക്സൺ ആയിക്കോട്ടെ, അതൊക്കെ 20 ലക്ഷത്തിന് മുകളിലാണ് പ്രൈസ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസിന് ഈ ഒരു വണ്ടി വെർത്തായിട്ടൊരു വണ്ടിയാണിത്. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.